രൂപകമാണ്. ദീർഘവർഷമായി ഈ മിനിസ്ട്രിയുമായിട്ട് വലിയ ആത്മബന്ധമുള്ള അനുഗ്രഹ കർത്തദാസനാണ് ഡോക്ടർ സജി ഫിലിപ്പ് അവരുടെ. ഞാൻ ഇവിടെ അധികം പരിചയപ്പെടുന്ന ആവശ്യമില്ല. പല പ്രാവശ്യം നമ്മുടെ ദൈവം സൃഷ്ടിച്ച അനുഗ്രഹ കർത്തദാസനാണ്. അതേ ഒരു ഭൗതിക ജോലി ചെയ്യുമ്പോൾ തന്നെ ഒരു അനുഗ്രഹിക്കേണ്ട മിഷണറിയും കൂടെയാണ് കർത്താവിൽ പ്രസിദ്ധനായ ഡോക്ടർ സജി ഫിലിപ്പ്. ഇത് രാവിലെ ദൈവ ശുശ്രൂഷയ്ക്കായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ശബ്ദം കേൾക്കാമല്ലോ? പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഇതര സ്റ്റേറ്റുകളിൽ നിന്നും ഇതര സഭകളിൽ നിന്നും ദൈവത്തിന്റെ മക്കള് ഒന്നിച്ച് കടന്നു വന്ന് മധ്യസ്ഥ വഹിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയല്ലോ. ഞാൻ ദൈവത്തെ സ്തുതിക്കും. കഴിഞ്ഞ 38 വർഷമായി യാതൊരു സേവനത്തിലും കർത്താവിന്റെ വയൽ പ്രദേശത്തും ഒരുപോലെ പ്രവർത്തിപ്പാൻ ദൈവം സഹായിച്ചത് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയാൽ മാത്രം. ഓർക്കുമ്പോൾ എൻ്റെ മിനിസ്ട്രിയെ ഓർത്തും പ്രാർത്ഥിക്കുക. ഒരു ദിവസം 2 പേരോടെങ്കിലും സുവിശേഷം അറിയിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ്. എൻ്റെ പ്രൊഫഷനിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇത്രത്തോളം ദൈവം സഹായിച്ചതിനെ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യം തന്നെ ഞാൻ വർഗീസ് ബേബി അവരോടും ഇതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനോടും ഒക്കെ ഞാൻ നന്ദി അറിയിക്കുന്നു. അദ്ദേഹം അറിയിച്ചതുപോലെ ഏറിയ നാളുകളായി ഈ DPയുമായിട്ടൊരു ബന്ധം ഉണ്ട്. ഞാൻ ഓർക്കുകയാണ്, 2004 ഞാൻ പെരുമലയിൽ ജോയിൻ ചെയ്തു. 18 വർഷത്തോളം പെരുമല ഹാർട്ടിന്റെ ഹോസ്പിറ്റലിൽ ചീഫായിട്ട് പ്രവർത്തിക്കുവാൻ ദൈവം ഇടയായി. ആ OPയുടെ സമയത്തും ഞാൻ വളരെ വേഗത്തിൽ കടന്നു വന്ന് മാവേലിക്കരയിലെ കൊച്ച് ഓടിട്ട ഭവനത്തില് പ്രാർത്ഥന നടത്തുന്ന കാലങ്ങളൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു. മഴ പെയ്യുമ്പോഴൊക്കെ അല്പമൊക്കെ ചോർച്ച ഉള്ളതാണെങ്കിലും എന്റെ ദൈവത്തിന്റെ ദാസന്മാര് കടന്നു വന്ന് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ ബലം ഇന്നും എല്ലാവരെയും നിലനിർത്തുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നാളുകളിൽ നമ്മുടെ തലമുറകളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ യുണൈറ്റഡ് പെന്റക്കോസ്റ്റൽ ഫെലോഷിപ്പിന്റെ മീറ്റിങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ആ ദേവദാസനെ ഓർപ്പിച്ച ഒരു ഭാഗം ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. ഇന്ന് കൺവെൻഷൻ പന്തലില് പോകുമ്പോൾ കുഞ്ഞുങ്ങളോട് പറയും, കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇവിടെ ഇരുന്നോ, നിങ്ങൾ എംപോസിഷൻ എഴുതിക്കോ, അല്ലെങ്കിൽ അവരുടെ ഹോംവർക്ക് ചെയ്തോ, അല്ലെ TV കണ്ടോ, മൊബൈൽ ഫോൺ കണ്ടോണ്ടിരുന്നോ, ഞങ്ങള് അപ്പനും അമ്മയും പോയിട്ട് വരാമെന്ന്. അങ്ങനെയല്ല, ഈ നാളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിലനിർത്തേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ നാളെ കൊഴിഞ്ഞു പോകും. അടുത്ത തലമുറ ആര് സുവിശേഷം നമുക്ക് വേണ്ടി കർത്താവിനെ അറിയിക്കും? അതുകൊണ്ട് നമ്മുടെ തലമുറകളെ സൂക്ഷിച്ചു നിർത്തുവാൻ ദൈവം നിങ്ങൾക്കെല്ലാം പ്രചോദനം നൽകട്ടെ. എവിടെ ആത്മീയ കൂട്ടായ്മ പ്രാർത്ഥന ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങളെയും കൂടെ ക്ഷണിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ശക്തി തരട്ടെ. ഒരു ദിവസം 2-3 കുഞ്ഞുങ്ങളെങ്കിലും ഈ മൊബൈൽ ഫോൺ അഡിക്ഷനുമായിട്ടും കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് മനോരമയിൽ ഒരു ടോക്ക് കൊടുത്തിട്ടുണ്ട്. അത് യൂട്യൂബിൽ ഡോക്ടർ സജി ഫിലിപ്പ് മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അത് സയന്റിഫിക് ആയിട്ടുള്ള തെളിവുകളോടുകൂടി മൊബൈൽ ഫോൺ കുഞ്ഞുങ്ങളെ കാണിക്കരുതെന്ന് പറയുന്ന നല്ലൊരു പ്രഭാഷണം നിങ്ങൾക്ക് ലഭിക്കും. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ സഭകളിലും നിങ്ങളുടെ മെമ്പേഴ്സിനും കുഞ്ഞുങ്ങൾക്കും ഒക്കെ അത് സർക്കുലേറ്റ് ചെയ്യണം. ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 4:29 ഇപ്രകാരം പറയുന്നു, ഇപ്പോൾ നോക്കണമേ, നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. പൂർണ്ണ ധൈര്യത്തോടെ കൃപ തന്റെ ദാസന്മാർക്ക് കൊടുക്കുവാൻ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലത്രേ നമുക്ക് ധൈര്യം വരുന്നത്. ധൈര്യം പലപ്പോഴും ചോർന്നു പോകുന്ന അവസരങ്ങൾ കടന്നു വരും. പക്ഷെ അതിന്റെ മധ്യയില് പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കും. അങ്ങനെ അവർക്ക് ദാസന്മാർക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് 31-ാം വാക്യം നിവൃത്തിയാകുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവായി നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ദൈവത്തിന്റെ വചനം ശക്തമായി ധൈര്യത്തോടെ പ്രസ്താവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ നാളിൽ കൂടുതലായി നമ്മൾ പ്രാപിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബലപ്പെട്ട ഒരു കാര്യമാണ്. യെശയ്യാപ്രവചനം 55:11 ഇപ്രകാരം പറയുന്നുണ്ട്, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം പ്രവർത്തിക്കും, അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരില്ല, അതതിന്റെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചേ മടങ്ങി വരൂ. അങ്ങനെ മടങ്ങി വരണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തോടെ
കർത്താവിനെ സുവിശേഷീകരിപ്പാൻ തക്കോണം നമുക്ക് കഴിയണം. ഈ നാളുകളില് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 5:42 ഇപ്രകാരം പറയുന്നുണ്ട്, പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും മുടങ്ങാതെ യേശു ക്രിസ്തു എന്ന സുവിശേഷം ഉപദേശിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു വന്നു എന്നാ പറയുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം ദ ചർച്ച് ആൻഡ് house by house, they never cease the gospel to proclaim to the people. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ ഒരിക്കലും മുടങ്ങിയില്ല. ദേവാലയത്തിൽ തുടങ്ങി വീടുതോറും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണമുള്ള ഒരു പ്രചോദനവും ശക്തിയും നിർത്താതെ യേശു ക്രിസ്തുവാണെന്ന് സുവിശേഷം അറിയിപ്പാനുള്ള ശക്തി കൊടുത്തത് പരിശുദ്ധാത്മാവിന്റെ ബലം തന്നെ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പ്രീച്ചിങ് ജീസസ് ആസ് ദ ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് എന്ന വേർഡ് ഹീബ്രുവില് ക്രിസ്റ്റോസ് എന്നാണ് പറയുന്നത്, അനോയിന്റഡ് എന്നാണ് പറയുന്നത്. വളരെ മനോഹരമായ ഓൾഡ് ടെസ്റ്റമെന്റ് ടൈമില് മെസായ കാണിക്കുന്നുണ്ട്. നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായി കടന്നു വന്ന ഒരു വ്യക്തി, സേവിയർ, കിങ് ഓഫ് കിങ്. വളരെയധികം അർത്ഥമുണ്ട്. നമ്മൾ ചിലപ്പോൾ മന്ത്രിമാരെയും ബാക്കിയുള്ളവരെയൊക്കെ നമ്മള് ബഹുമാനപ്പെട്ട മന്ത്രിമാര് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇങ്ങനെ നമ്മൾ ചേർത്ത് ഒരു പ്രീഫിക്സ് നമ്മൾ കൊടുക്കാറുണ്ട്. അതെന്താ കാര്യം വെച്ചാൽ അവരുടെ ആ ഒരു വേർഡിങ്ങിലുള്ള ഒരു മഹത്വം തെളിയിക്കുവാനാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവാണെന്ന് തന്നെ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിലായാൽ പോലും യേശു മൂലം കൃപയോടെ കേൾക്കണമെന്നല്ല. കഴിഞ്ഞ 20 വർഷത്തിന് മുമ്പ് ഞാൻ ഇപ്പോഴും ഓർക്ക്, എലന്തൂരില് ഒരു ചർച്ച കോഡിലെ ഒരു ദൈവത്തിന്റെ ദാസന്റെ അടുക്കൽ ഞാൻ കടന്നു പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഡോക്ടർ സജി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് ഏകദേശം 75-76 വയസ്സുണ്ട്. ഇനി 40 വയസ്സുള്ള അല്ലെങ്കിൽ 20 വയസ്സുള്ള ഒരാൾ നിങ്ങളെ അഡ്വൈസ് ചെയ്താലും നിങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. എന്നോട് പറഞ്ഞു, ഡോക്ടറെ ഒരു കാര്യം പ്രത്യേകം ഓർത്തോണം, പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തു മൂലം കൃപയോടെ കേൾക്കണമേ എന്ന് പറയണം. യേശു ക്രിസ്തുവാണെന്ന് നമ്മൾ സുവിശേഷീകരിക്കണം. അത് ദൈവത്തിന്റെ മാന്യതയാണ്. എന്നെ എന്തിനാ നിങ്ങൾ ഡോക്ടർ എന്ന് വിളിക്കുന്നത്? അതിനൊരു മാന്യത പുറത്ത് കാണിക്കാനല്ലേ. എന്തിനാ ഞാൻ വർഗീസ് പാസ്റ്റർ എന്ന് പറയുന്നത്? എന്തിനാ? അതിനൊരു പ്രചോദനമുണ്ട്. കാരണം അതാണ് അതിന്റെ കാര്യം. യേശു നമുക്ക് വേണ്ടി കാൽവറി മലമുകളിൽ മരിച്ചത് പാപത്തിന് വേണ്ടി പരിഹാരം തരുവാനും ദൈവം നമ്മളെ രക്ഷകനായി നമ്മുടെ മുമ്പിൽ കടന്നു വന്ന് പാപത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട്. ഹി ഈസ് എ സേവിയർ, ഹി ഈസ് an anointed one, he is the king, he is the Christ. യേശു നമുക്ക് വേണ്ടി കടന്നു വന്നെങ്കിൽ യേശു ക്രിസ്തുവാണെന്ന് നമുക്ക് തെളിയിക്കുവാനായിട്ട് കഴിയണം. അപ്പോസ്തല പ്രവൃത്തി 4:12 വളരെ ഭംഗിയായി എഴുതിയിട്ടുണ്ട്, മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആ യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് എല്ലാം ശക്തി തരട്ടെ. സ്റ്റാർട്ടിങ് ഫ്രം ദ ചർച്ച്, ഹൗസ് ബൈ ഹൗസ്, ജീസസ് ആസ് ദ ക്രൈസ്റ്റ് എന്ന് നമ്മൾ തന്നെ സുവിശേഷീകരിക്കണം. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ശക്തി നൽകി നമ്മളെ സുവിശേഷീകരിക്കുന്നുവെങ്കിൽ അത് വെറുതെ ആ വചനം എന്റെ അടുക്കിലേക്ക് മടങ്ങി വരത്തില്ല. അത് അതിന്റെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചേ മടങ്ങി വരൂ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏകദേശം 28 വർഷങ്ങൾക്ക് മുമ്പ് ഞാന് എന്റെ OP വളരെ വേഗത്തിൽ ക്ലോസ് ചെയ്ത് 4 മണിക്ക് എന്റെ സ്കൂട്ടറുമായിട്ട് 3.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കോന്നിയുടെ പ്രദേശത്ത് ഒരു ഭവനത്തിൽ പോയത് ഞാൻ ഇന്നും ഓർക്കും. ആ അപ്പച്ചന്റെ മകൻ എന്റെ ആശുപത്രിയില് എക്കോ ടെക്നീഷ്യനായിട്ട് ECG ടെക്നീഷ്യനായിട്ട് കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, സാറേ എന്റെ പിതാവിനോട് എന്ത് പറഞ്ഞാലും സ്നാനത്തെ കുറിച്ച് അംഗീകരിക്കത്തില്ല, കാരണം ഞങ്ങൾ വലിയ മർത്തപ്പക്കാരാ, സാറ് ഒരു സമയത്ത് വന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കടന്നു പോയതാ. പക്ഷെ നിങ്ങൾ അറിയണമോ, ഏകദേശം 7 വർഷത്തിന് ശേഷം എനിക്കൊരു എഴുത്ത് ലഭിക്കുവാനിടയായി. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു, സാറേ ഞാനും എന്റെ പിതാവ് എന്റെ കുടുംബവും ഇന്ന് ഞാൻ അമേരിക്കയുടെ പ്രദേശത്താകുന്നു. ഞങ്ങൾ ഒരുമിച്ച് സ്ഥാനപ്പെട്ട് കർത്താവിനെ സാക്ഷീകരിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയല്ലോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും നമ്മൾ വേദനയോടെ, മാനസിക ഭാരത്തോടെ, സമ്മർദ്ദത്തോടെ നമ്മൾ മടങ്ങിപ്പോയെന്ന് വരാം.
പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, സുവിശേഷം അറിയിക്കുന്നത് നിങ്ങളല്ല, സുവിശേഷം അറിയിക്കുന്നത് പരിശുദ്ധാത്മാവ. ദ ബിസിനസ് ബിലോങ്സ് ടു ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ ബിസിനസ് ഏറ്റെടുക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് പ്രവർത്തിക്കും. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 6:8-25 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവർ കർത്താവിന്റെ വചനം സാക്ഷീകരിച്ച് പ്രസംഗിച്ച ശേഷം ശമരിയുടെ അനേകം ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഫിലിപ്പോസ് സമരിയ പട്ടണത്തില് സുവിശേഷം ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു എന്നാണ് പറയുന്നത്. There also very clearly written Christ, Jesus Christ എന്ന് തന്നെ വ്യക്തമായി ക്രിസ്തുവിനെ സുവിശേഷീകരിച്ചു എന്നാ പറയുന്നത്. ഫിലിപ്പോസും അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോൾ അപ്പോസ്തലന്മാരെല്ലാം സമരിയയില് വളരെ ശക്തമായിട്ട് സുവിശേഷം അറിയിച്ചു എന്നാ പറയുന്നത്. പരിശുദ്ധാത്മാവ് അന്ന് വരെ അവരുടെ ആരുടെ മേലും വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്ഥാനമേറ്റിട്ടേ ഉള്ളായിരുന്നു. അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് മറ്റുള്ളവർ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പൊ പത്രോസുണ്ട്, അപ്പോസ്തലന്മാരുണ്ട്, ഫിലിപ്പോസുണ്ട്. ഇവരെല്ലാം സമരിയയിലെ ഗ്രാമത്തിലും യെരുശലേമിൽ മാത്രമല്ല, സഭയിൽ മാത്രമല്ല, വീടുതോറും മാത്രമല്ല, പിന്നെ സമരിയയിലെ ഗ്രാമത്തിൽ സുവിശേഷം അറിയിച്ചു. ഗ്രാമത്തിൽ സുവിശേഷം അറിയിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കംഫോർട്ട് സോൺ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ വരും. ഈ കംഫോർട്ട് സോൺ എന്ന് പറയുന്നത് യെരുശലേമിലേക്ക് പോകുവാനുള്ള ഒരു കംഫോർട്ട് സോണാണ്. അവിടെ ഇപ്രകാരം എഴുതി, ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് 25-ാം വാക്യത്തിൽ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി എന്നാ പറയുന്നത്. There is a comfort zone in our Christian life. നമ്മൾ കർത്താവിനെ സുവിശേഷം അറിയിക്കുമ്പോൾ നമുക്ക് ചില കംഫോർട്ട് സോണൊക്കെ വരും. ആ കംഫോർട്ട് സോണിലേക്കൊന്ന് മാറിയിരുന്നാലോ എന്ന് ചിന്തിക്കാം. പക്ഷെ അവിടെ ഇമ്പമേറിയ ഒരു ശബ്ദം നിങ്ങൾ കേൾക്കും. 26-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് go to the south, യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള വഴിയിലേക്ക് പോകുക, അത് മരുഭൂമിയാകുന്നു. ഒറ്റ വാക്കേ കർത്താവ് പറഞ്ഞുള്ളൂ, ഒറ്റ വാക്കേ ദൈവം അരുളി ചെയ്തുള്ളൂ. കുഞ്ഞെ, നിന്റെ കംഫോർട്ട് സോണിലേക്ക് പോകുവാനല്ല ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. പ്ലീസ് കം ബാക്ക്. ദൈവം സുവിശേഷം അറിയിക്കേണ്ട സ്ഥലത്തേക്ക് നീ വേഗം വരിക. പക്ഷെ അതൊരു മരുഭൂമി മാത്രമാണെന്ന് കർത്താവ് വെളിപ്പെടുത്തി. കർത്താവ് പറഞ്ഞില്ല, തേരിൽ ഒരാൾ പോകുന്നുണ്ട്, സുവിശേഷം അറിയിക്കണമെന്നും അവൻ വായിക്കുന്ന പുസ്തകം 53-ാം അധ്യായമാണെന്നും യേശുവിനെ ക്രൂശിൽ തറച്ച മനോഹരമായ ഒരു പ്രവചനമാണെന്നും ഒന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞത്, മോനെ, കംഫോർട്ട് സോണിൽ നിന്ന് നീ തിരിച്ചു വരിക, നീ ഗസയിലേക്ക് പോകുക, അതൊരു മരുഭൂമിയാകുന്നു. When you think that it's a desert എന്ന് പറയുമ്പോൾ പലപ്പോഴും പുറമ്പോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഡെസേർട്ടിൽ പലതും നമുക്ക് ലഭിക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ട വാഹനം ലഭിച്ചെന്നില്ലെന്ന് വരാം. ഫിലിപ്പോസിന് ഓടാൻ അന്ന് സൈക്കിളൊന്നുമില്ല. പക്ഷേ ഫിലിപ്പോസ് ഓടിയാ പോയത്, സ്വന്തം കാലിൽ ഓടിപ്പോയത്. ദൈവം വളരെ ആപ്റ്റായിട്ട് കറക്റ്റ് ടൈമിന് പറയും. കാരണം സ്റ്റേഷനറി ആയിട്ട് കാപ്പിയും ചായയും കുടിക്കുവാൻ, ഇഡ്ലിയും ദോശയും കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്തല്ല യേശുവിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. അത് തേരിൽ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുക. വേറൊരു ഭൂഖണ്ഡത്തിൽ നിന്ന് കടന്നു വന്നതാ, എത്യോപ്യ രാജ്യത്തിൽ നിന്ന് കടന്നു വന്നതാ. വേറെ ഭൂഖണ്ഡത്തിൽ നിന്ന് വേറെ ഭൂഖണ്ഡത്തിലേക്ക് വന്നത് ബോട്ടും ഷിപ്പും തേരും കുതിരയും ഒക്കെ കയറിയാ വരുന്നത്. He is a very highly positioned financial minister of the king, the queen. വളരെ ഉന്നത നിലയിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി യെരുശലേമിൽ വന്ന് ആരാധിച്ചിട്ട് പോകുമ്പോഴും യേശുവിനെ കുറിച്ച് സുവിശേഷം അറിയിക്കുവാൻ ദൈവം ഫിലിപ്പോസിനെ വിട്ടത് വളരെ അത്ഭുതകരമാണ്. ആ വാക്കുകൾ കേട്ടാൽ ആ നിമിഷം ഗസയിലേക്ക് പോകുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. കാരണം ആ ക്രോസ് റോഡ് എക്സാക്ട്ലി തേര് കടന്നു വരുന്ന സ്ഥലത്തേക്കാണ് ദൈവം കൊണ്ടുപോയ വഴി. ദൈവം കൊണ്ടുപോകുന്ന വഴി കർത്താവ് പറയുമ്പോൾ പോയിക്കോണം, ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ വഴി ചെന്ന് ആടും. നോക്കുമ്പോൾ തേര് വളരെ ദൂരെയായിരിക്കും, നിനക്ക് എത്താൻ പറ്റത്തില്ല. അന്നൊരു മോട്ടോർ സൈക്കിളും ഇല്ല,
അന്നൊരു സൈക്കിളുമില്ല. എത്തുന്നത് വളരെ കൃത്യമായിട്ട് യേശുവിനെ കുറിച്ച് കേൾക്കുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയുടെ മുമ്പിൽ കൊണ്ട് നിന്നെ വിടും. എങ്കിൽ the only thing you should obey the word of God, Holy Spirit. പരിശുദ്ധാത്മാവ് പറയും ഗോ എന്ന് പറയുമ്പോൾ ആ കറക്റ്റ് ക്രോസ് റോഡിൽ നിന്നെ എത്തിക്കും. അവിടെ ദൈവം തമ്പുരാൻ നിന്നെ ആ തേരിലിരിക്കുന്ന വ്യക്തിയോട് സുവിശേഷം അറിയിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ഓർമ്മിച്ചു. ദ ബുക്ക് ഓഫ് ഐസിയ വായിച്ചതുകൊണ്ട് സ്വർഗത്തിൽ പോകുവാൻ സാധ്യതയില്ല. That doesn't mean you will go to heaven. യേശുവിനെ കുറിച്ച് വളരെ മനോഹരമായ ക്രൂശ് മരണത്തെ കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയ ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ വായിച്ചത് കൊണ്ട് ഒരാൾ സ്വർഗത്തിൽ പോകണമെന്നില്ല. But you have to proclaim the gospel. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനുള്ള ഒരു വലിയ വാഗ്ദത്തം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ ദൈവം നമ്മളെ പ്രേരിപ്പിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആര് യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുന്നുവോ, യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ച് ധ്യാനിക്കുന്നുവോ, അവിടെ പരിശുദ്ധാത്മാവ് ഒരു സുവിശേഷനെ അയച്ചിരിക്കും. കാരണം അവനെ എന്റെ അടുക്കിലേക്ക് ആകർഷിച്ചതാ. ഞാൻ അവനെ ഒരു നാളും വെറുതെ വിടുകയില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് മുന്നോട്ട് കടന്നുപോയാല് സുവിശേഷം അറിയിക്കുവാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കിയിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം കുലുക്കിയിട്ടുണ്ടെങ്കിൽ, കുലുക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ട്. അത് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് വഴി നടത്തും. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഷണ്ണൻ യുണൂക്ക് യെരുശലേമിന്റെ മതിലുകൾക്കുള്ളിൽ പോയി പ്രാർത്ഥിക്കുവാനുള്ള അവകാശം ദൈവം കൊടുത്തു. ദ ബുക്ക് ഓഫ് ഐസിയ 56 നിങ്ങൾ വായിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഷണ്ണന്മാർ ഒരിക്കലും പറയരുത് ഞാനൊരു ഉണങ്ങിയ വൃക്ഷമാണെന്ന്. ജീവിതത്തിൽ നിരാശകൾ കടന്നു വരുമ്പോഴും ഞാനൊരു ഉണങ്ങിയ മരമാണ്, എന്നിൽ ഒരു പ്രയോജനമില്ല എന്ന് ചിന്തിക്കുന്ന കാലങ്ങളും സമയങ്ങളും ഒക്കെ കടന്നു വരും. പക്ഷെ അതിന്റെ മുമ്പിലും ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ നിരാശനായി കിടന്നപ്പോഴും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെയും ഒരു തുരുത്തി ജലവും കനലടയിലെ അപ്പവും ദൈവം തന്റെ തലയുടെ അടുക്കൽ കൊണ്ടുവച്ചു. ദൈവത്തിന് അറിയാം അവൻ നിരാശനായി കിടക്കുകയാണെന്ന്. കാലിന്റെ അടുക്കലല്ലല്ലോ വെച്ചത്, തലയൊന്ന് തിരിച്ചാൽ നിനക്ക് കഴിക്കാം. പക്ഷെ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് തന്നിരിക്കുന്ന കനലടയിലെ അപ്പവും ഒരു തുരുത്തി ജലവും നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാല് 40 രാവും 40 പകലും സഞ്ചരിച്ച് ഓരേവ് പർവ്വതത്തിലേക്ക് ചെല്ലുവാനുള്ള ശക്തി ദൈവം തരും. ഓരേവ് പർവ്വതത്തിൽ ദൈവം ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാനാ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും. അവിടെ ചെന്നാൽ നഷ്ടമൊന്നുമില്ല. നീ ഇട്ടിരിക്കുന്നതിന്റെ മാൻഡിൽ വരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടും. അങ്ങനെയാണെങ്കിൽ അനേകരെ അഭിഷേകം ചെയ്യുവാൻ ദൈവം നിന്നെ ഉയർത്തിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേകരെ അഭിഷേകം ചെയ്യുവാനായിട്ട് ദൈവം നിന്റെ ജീവിതത്തിൽ ചില നിരാശകൾ കടന്നു വരുമെന്നേ. You have to walk in the desert, but there is a purpose behind that you have to proclaim the gospel of Jesus as Christ. യേശു ക്രിസ്തു ആണെന്ന് സുവിശേഷം അറിയിപ്പാനായിട്ട് ദൈവം ഇടയാക്കും. അവന് ബുക്ക് ഓഫ് ഐസിയ 56 വേഴ്സ് 5 പറയുന്നുണ്ട്, ഞാൻ അവർക്ക് എന്റെ ആലയത്തിലും എന്റെ മതിലുകൾക്കുള്ളിലും പുത്രിപുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മരണയും നാമവും കൊടുക്കും. വിച്ഛേദിക്കപ്പെട്ടിരിക്കാത്ത ഒരു ശാശ്വത നാമം അവർക്ക് കൊടുക്കും. പുത്രിമാരെക്കാൾ അധികം നന്മകൾ ചെയ്യുവാൻ ദൈവത്തിന് ട്രാൻസ്ജെൻഡറിനെ പോലും മനസ്സലിഞ്ഞെങ്കിൽ പാപികളായ മനുഷ്യരോട് ദൈവം മനസ്സലിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷക്തന്മാരെ പരിശുദ്ധാത്മാവിൽ നിറച്ച് അവരുടെ സുവിശേഷത്തിന് വേണ്ടി അയക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഈ പൽക്കാലം ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ കംഫോർട്ട് സോണായ ജെറുസലേമിലേക്ക് മാറുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം പറഞ്ഞ വഴി സ്ഥലത്തേക്ക് പോയാല് ആ ക്രോസ് റോഡിൽ ദൈവത്തിന്റെ ആ ശബ്ദം കേൾപ്പാനായി ഒരാളെ ദൈവം ഒരുക്കി വെച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തേരിന്റെ കൂടെ ഓടിയപ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചു, എത്യോപ്യ രാജ്യത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി ഏത് ഭാഷയിലാ കർത്താവെ ഈ യെശയ്യാപ്രവചനം വായിച്ചത്? ഇന്ന് നമുക്ക് മെറ്റാ ഒക്കെ ഉണ്ട്,
ഞാൻ പറയും മെറ്റായൊക്കെ പാസ്റ്റർമാർക്ക് വേണ്ടി ദൈവം തന്നതാണെന്ന് പറയും. പിശാച് ചില തന്ത്രങ്ങൾ ഒരുക്കുന്നതായിരിക്കാം, പക്ഷെ ദൈവം നന്മയ്ക്കായിട്ട് കൊണ്ടുവരും. ഇന്ന് നമുക്ക് ഓരോ പേജായിട്ട് തപ്പിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ടൊക്കെ ഒരു വാക്യം മറന്നു പോയെങ്കിൽ എത്രയോ മണിക്കൂറുകൾ നമ്മള് പേജുകൾ ഇങ്ങനെ അടിച്ചടിച്ച് നോക്കും. പക്ഷെ ഇന്ന് മെറ്റായിലോട്ട് നിങ്ങൾ ഒരു വാക്കൊന്ന് എഴുതിയാൽ മതി, എവിടെയാണെന്നുള്ളത് ഇമ്മീഡിയറ്റ്ലി ഹി വിൽ ടെൽ. ഏത് ഭാഷയില് യശയാപ്രവചനം വായിച്ചു, ഫിലിപ്പോസിന് എങ്ങനെ എത്യോപ്യയിലെ ഭാഷ അറിയാൻ പറ്റും? എത്യോപ്യയില് ഏകദേശം 80 ഭാഷയുണ്ട്. ഫ്രാങ്ക ലിംഗുവ എന്നാ പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ഓരോ ഏരിയയിലെ ഭാഷകള് കൊണ്ടുവരുന്നതാണ് ഈ ലിംഗുവ ഫ്രാങ്ക എന്ന് പറയുന്നത്. അത് പല ഭാഷകളിലാണ്, 80 ഭാഷയാണ്. പക്ഷെ ഈ എത്യോപ്യ മിനിസ്റ്റർ വളരെ മിടുക്കനായിരുന്നു. അദ്ദേഹം പഠിച്ച ഭാഷയും അതിന്റെ കൂട്ടത്തില് ഗ്രീക്കും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീക്ക് ട്രാൻസ്ലേറ്റർ ഹീബ്രു ട്രാൻസ്ലേറ്റഡ് ബൈബിള് ഗ്രീക്കിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത ബൈബിളായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിലിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം വായിച്ച യശയാപ്രവചനം വായിക്കുന്ന 53-ാം അധ്യായം അദ്ദേഹം വായിക്കുന്നു. ഫിലിപ്പോസ് മനസ്സിലായി, യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ ഉടനെ തുടങ്ങിയെന്നാ പറയുന്നത്. ഈ ദൈവം ആ ഭാഷ ഫിലിപ്പോസിന് അറിയായിരുന്നു. പത്രോസും ഒക്കെ അവരുണ്ട്, അപ്പോസ്തലന്മാർ പലരും ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ഭാഷ അധികം പഠിക്കുന്നത് നന്മയ്ക്കാണ്. ദൈവം ചില ശബ്ദം നിങ്ങളെ കേൾപ്പിക്കും. ആ ഭാഷയിലൂടെ ദൈവത്തെ സുവിശേഷം അറിയിക്കാൻ നിങ്ങളെ അയക്കും. അരാമ്യ ഭാഷ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്, പക്ഷെ മെഡിറ്ററേനിയൻ ഏരിയയില് കൂടുതല് ഹീബ്രു ഭാഷയായിരുന്നു സംസാരിച്ചത്, ഗ്രീക്ക് ഭാഷയായിരുന്നു സംസാരിച്ചത്. അപ്പൊ ആ ഗ്രീക്ക് ഭാഷയിൽ വായിച്ച ആ യശയാപ്രവചനം ഗ്രീക്കിൽ തന്നെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇവിടെ അല്പം ജലമുണ്ട്, എനിക്ക് എന്തുകൊണ്ട് സ്നാനപ്പെട്ടുകൂടാന്ന്. ഉടൻ തന്നെ സ്നാനപ്പെടുവാനായിട്ട് ഇടയായി. ഞാൻ എപ്പോഴും പറയും, സുവിശേഷത്തിൽ സ്നാനമില്ലെങ്കിൽ ഈ സ്നാനപ്പെടുന്നതിന് മുമ്പേ ഈ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോകാമായിരുന്നു. എന്താ, സ്നാന ശുശ്രൂഷയുടെ പ്രക്രിയ കഴിഞ്ഞതിന് ശേഷമാണ് നിമിഷ നേരം കൊണ്ട് ദൈവം അസ്തോദിലേക്ക് കൊണ്ടുപോയത്. അവിടെയും സിറ്റി തോറും പട്ടണങ്ങൾ തോറും സുവിശേഷം അറിയിക്കുവാൻ തക്കോണം തന്റെ ദാസനെ ദൈവം ഇടയാക്കി. ഇനിയും വലിയ വലിയ ഫാസ്റ്റസ്റ്റ് ഫ്ലൈറ്റുകള്, കോൺകോർഡ് ഫ്ലൈറ്റുകളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകും. ഇനി ഇതാ അസ്തോദിലേക്കല്ല നിങ്ങളെ കൊണ്ടുപോകുന്നത്, കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് മധ്യാകാശ ശോഭേറിയ പൊന്മുഖം കാണുവാൻ ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും ദൈവത്തിന്റെ മക്കൾ കൈകൾ ഉയർത്തി മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന നിങ്ങളുടെ അവസാനത്തെ ഒരു സുവിശേഷം അറിയിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. കർത്താവ് വേഗം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇനി നിങ്ങളെ അസ്തോദിലേക്കല്ല കൊണ്ടുപോകുന്നത്, സ്വർഗീയ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ കർത്താവ് വരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ നൽകിയ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രേഷ്ഠ ദൈവത്തിന്റെ ദാസന്മാരോട് നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പാസ്റ്റർ ഫിലിപ്പ് ജോൺ.